ബിഗ് ബോസ് ചരിത്രത്തിലൂടെയായിട്ടില്ല ഇതുപോലെ ഇങ്ങനൊരു അതായത് ബിഗ് ബോസിന്റെ ചരിത്രം അതിന്റെ ഒരു പാറ്റേൺ മാറ്റി മറിച്ചാൽ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിലേക്ക് പോവാം, നാളെ തന്നെ പോകും. നെവിൻ എങ്ങനെ ഉണ്ടായിരുന്നു 100 ദിവസം? 100 ദിവസം അടിപൊളിയായിരുന്നു, പൊളിച്ചടിക്കില്ലേ? പിന്നെ എനിക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടുതൽ കണ്ടത് കുടുകൂടാ വെള്ളം വന്നത് സത്യമായിട്ടുണ്ടെങ്കിൽ സുധീരേട്ടൻ്റെ ഓരോ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാം, നമ്മൾ ഒരു മനസ്സിൽ തട്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പല കാര്യങ്ങളും. ഒന്നുമില്ലാതിരുന്ന എന്നെ ഒരു സ്കൂളിൽ ഒരു ഗസ്റ്റായിട്ട് കൊണ്ടുപോയത് സുധീരേട്ടൻ. അപ്പം അന്ന് എന്റെ വാല്യൂ സുധീരേട്ടൻ മനസ്സിലാക്കി. അന്ന് മനസ്സിലായി 1.5 വർഷം മുമ്പുള്ള കാര്യം പറഞ്ഞു അല്ലേ? ഒരു വർഷത്തിന് 1 ഇയർ ആയിട്ടില്ല. 1 ഇയർ ആയിട്ടില്ല. അന്ന് ബിഗ് ബോസിനെ പറ്റി മനസ്സിൽ പോകുന്നു ചിന്തിച്ചിട്ടില്ല. പക്ഷെ പുതിയൊരു അധ്യായം തുറന്നു കൊടുത്തു അല്ലേ? ഇനി ഇതുപോലെ ഒരുപാട് പേര് വരും. ഇനി എടുക്കാൻ വാങ്ങിക്കാം. അതിനി ഇടക്കിടക്ക് ലൈവില് വരാം. ഞാൻ മാമാട്ടിക്കുട്ടിയെ കുട്ടികൾ ഞാൻ രാവിലെ വാട്സാപ്പ് തുറന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു കൂട്ടക്കരച്ചിൽ. അതും കുട്ടികളുടെ വല്ലാത്തൊരു കൂട്ടക്കരച്ചിൽ. വലിയൊരു കുട്ടികൾ ഫാൻസ് ആയിട്ടുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു കുട്ടികൾ ഫാൻസ് ആയിട്ടുള്ള ആദ്യത്തെ കാർട്ടൂൺ ക്യാരക്ടർ പോലെ തന്നെ ചിത്രീകരിച്ചേക്കുന്നത്. ഈ നെവിന് ഇഷ്ടപ്പെടുന്നവരൊക്കെ പറയുന്നത് വെച്ചാൽ ഭയങ്കര എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നതാണ്. അതെ, ബിഗ് ബോസിൽ ഇങ്ങനെയും ഗെയിം കളിക്കാമെന്ന് ഞാൻ കാണിച്ചു കൊടുത്തല്ലോ. ഇനി അടുത്ത 8ാമത്തെ സീസണിൽ വരട്ടെ, ഇങ്ങനെയുള്ള നല്ല നല്ല കണ്ടസ്റ്റൻസ് വരട്ടെ. ഉറപ്പായിട്ട് ഞാൻ 8ന്റെ മണി മിക്കവാറും ഞാൻ പ്രതീക്ഷിക്കുന്നു. 8ന്റെ മണി തമിഴ് പഠിക്കും. ഇനി തമിഴ് ബിഗ് ബോസ്, പിന്നെ ഹിന്ദി ബിഗ് ബോസ്, അങ്ങനെ ബിഗ് ബോസ്. പിന്നെ എനിക്ക് അറിയില്ല ഇനി ബിഗ് ബോസിൽ എനിക്കിനി പോകാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം മൂവി ഷൂട്ടിംഗ് ടു ഷൂട്ടിംഗ്, ലൊക്കേഷൻ ടു ലൊക്കേഷൻ. ശരിക്കും 7ന്റെ പണിയായിട്ട് തോന്നിയോ? എനിക്കൊരു 7ന്റെ പണിയായിട്ടും തോന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനാണ് 7ന്റെ പണിയായിട്ട് തോന്നുന്നത്. കാരണം എന്നെ അടക്കി നിർത്താനായിട്ട് കുറച്ച് പാടായിരുന്നു. അത് പലരും പറയുന്നുണ്ടായിരുന്നു. ബിഗ് ബോസിന്റെ ഒരു വെല്ലുവിളിയായിരുന്നു. ഞാൻ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനെ എടുത്ത് ചാടിക്കടിക്കാൻ വേണ്ടി ചെല്ലുന്നതൊക്കെ ഞാനാണെന്ന് തോന്നുന്നത്. ആ തത്തമേന കിട്ടിയോ? തത്തമേന തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നെവിൻ ഏറ്റവും കൂടുതൽ വഴക്കിട്ടത് അനുമോളിലപ്പോൾ. അതെ അതെ. അപ്പം എന്താണ് അനുമോളെ മാത്രം വഴക്കിടാനുള്ള ഒരു കാരണം? അത് ജസ്റ്റ് ലൈക്ക് നമുക്കിപ്പം പല രീതിയിലുള്ള ബോണ്ടിങ്ങുകൾ. ഒരു വീട്ടിൽ നമുക്ക് തല്ലുപിടിക്കും, അങ്ങനെ. ഇത് ബിഗ് ബോസ് ഹൗസാണ്, അല്ലാതെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കുന്ന സ്ഥലമല്ല. ഇത് റിയാലിറ്റി, റിയലായിട്ട് നിൽക്കാം. ജനങ്ങളുടെ മനസ്സ് കപ്പടിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ കപ്പടിക്കണം. അത് ഞാൻ ചെയ്യുന്നത്. മറ്റേ കപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരം എന്റെ വായന. ഞാൻ ഒരുപാടത്തേക്ക് ബൗൺസേഴ്സ് ഒക്കെ ഞാനൊക്കെ വേറൊരു സൂപ്പർ സെലിബ്രിറ്റി ഇങ്ങനെ മാറി നല്ല പരിചയം. അല്ല, അവിടെ സുധീരേട്ട സ്റ്റാറായി. മുത്തൂന്ന് വിളിച്ചിരുന്നത്. അതെ, എന്താണെന്നറിയോ, ഈ ബിഗ് ബോസിൽ ജെന്യുവനായിട്ട് നിന്നു. അതിലുപരി ഒരു PR ഇല്ലാതെ ആരും ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട്, ജെന്യുവനായിട്ടുള്ള വോട്ട് കൊണ്ട് മാത്രം 3ാം സ്ഥാനത്തെത്തിയ ഒരു വ്യക്തിയാണ്. PR വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കപ്പ് കൊണ്ട് വന്നേ. കാരണം അത് ചെയ്യാനുള്ള വേണ്ട, അത് മതി. അതാണ് എനിക്ക് വേണ്ടത്. ഇറങ്ങിയ സമയത്ത് അനീഷേട്ടന് ജയ് വിളിച്ച കണ്ടായിരുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും ഓരോ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഉണ്ടാവും. അപ്പം ഞാൻ അനീഷേട്ടനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ അനീഷേട്ടനാണ് ജയിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഡിസർവിംഗ് ആയ വിന്നറാണോ ശരി? ആര്? അനുമോൾ ഒബ്വിയസ്ലി ഡിസർവിംഗ് ആയതുകൊണ്ട് നെവിൻ. അതേപോലെ ലാലേട്ടന് പോണേന്റെ മുന്നുള്ള നെവിനാണ്. അപ്പോൾ ഞാൻ
പോയ നെവിൻ തന്നെയാണ് തിരിച്ചു വന്ന നെവിൻ. പ്രത്യേകിച്ച് എനിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. നെവിൻ അതേപോലെ ലാലേട്ടന് നെവിനോടൊരു പ്രത്യേക സ്നേഹമുള്ളതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ബിക്കോസ് വീക്കെൻഡ് ഞാൻ പറയാം, എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ പല ചെറുപ്പകാലം എൻ്റെ ഒരു ഫേസ്. അപ്പോൾ ലാലേട്ടൻ ഇനി ഡ്യൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചെറുപ്പകാലത്തിന് എന്നെ ആയിരിക്കും വിളിക്കാൻ സാധ്യത. കാരണം ലാലേട്ടൻ്റെ ആ ഒരു ഭംഗി, ബിഗ് ബോസ് അല്ല കേട്ടോ, ഞാൻ മാറ്റി പറഞ്ഞു, ലാലേട്ടന് പിറക്കാണ്ട് പോയ മോനാണ് ഞാൻ. ഓക്കെ, അതൊന്ന് കത്തിച്ചു. സമൂഹത്തിന് കൊടുക്കാനുള്ളത് ഉറപ്പായിട്ടുണ്ട്. സോറി, നമ്മള് ഓക്കെ നമ്മള് റിയലായിട്ട് നിൽക്കുക. പിന്നെ എല്ലാവരും ഹ്യൂമൻ ബീയിങ് ആണ്. പലർക്കും പല രീതിയിലുള്ള യുണീക്നെസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരു ഒരാളുടെ നെഗറ്റീവ് കണ്ടുപിടിക്കുന്നതിന് പകരമായിട്ട് അവരുടെ ഉള്ളിൽ ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഈവൻ ഫ്രണ്ട്സ് ആണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെന്നുണ്ടെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൾക്കാർ ഡിഫറൻസ് ആയിരിക്കും, പക്ഷേ അവരുടെ ഉള്ളിലൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. അത് പലപ്പോഴും ഈ ബുള്ളിങ് കൊണ്ടിട്ട് പോകുന്നതുകൊണ്ട് പലർക്കും ആ ഒരു കഴിവ് കോൺഫിഡൻസ് താഴ്ത്തിപ്പോയി. എനിക്കെന്തോ ഭാഗ്യമുണ്ട്, തൊഴിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ബിഗ് ബോസിലെത്തി. ഭയങ്കര സന്തോഷം. ഞാനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. പിന്നെ എഡ്യൂക്കേഷൻ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തു. വളർന്നു വരുന്ന എല്ലാ പെൺകുട്ടികളും ഉറപ്പായിട്ടും നന്നായിട്ട് അതായത് സ്ത്രീധനത്തിനെക്കാട്ടിയും കൂടുതൽ എഡ്യൂക്കേഷനാണ് അവരുടെ ഏറ്റവും വലിയ സ്ത്രീധനം. ബി എ ക്വാളിറ്റി വുമൺ. പിന്നെ എല്ലാവരും മാത്രമല്ല, എല്ലാ യങ്സ്റ്റേഴ്സും നമ്മുടെ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അവരുടെ ടാലൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ നാട്ടിലെ മുറിമുക്കൻ രാജാവായിട്ട് ജീവിക്കാം. സോ യെസ്, ദാറ്റ്സ് മീ. അപ്രീഷിയേറ്റ് സാനിങ് ഓഫ്. ഓക്കെ, ശരി. ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഞാൻ സ്നേഹം കൊണ്ട് വയറുന്ന് ഇറങ്ങിയിരിക്കും. ഓക്കെ, ഞാൻ ഫോട്ടോ